വടകരയിലെ UDF സ്ഥാനാർത്ഥി ആണെന്നും അങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലാന്ന് ചെറുപ്പക്കാരൻ വരെ നിങ്ങളുടെ മുമ്പിൽ വന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കും പോലീസിനും എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ അത് ഫേക്ക് ആണെന്ന് അറിഞ്ഞിട്ടും അത് ബാക്കി എല്ലാവരും അത് ഒഴിവാക്കി. പോസ്റ്റ് ചെയ്ത പലരും അത് മുക്കി. ഇപ്പം ആരും അത് പോസ്റ്റ് ചെയ്യുന്നില്ല. എന്നിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഫേസ്ബുക്കിൽ ഇപ്പോഴും അത് കിടക്കുക. ഇങ്ങനെ എത്ര എക്സാമ്പിൾ. അപ്പോൾ ആരാണ് ഇപ്പോൾ ശരിക്കും ഇവിടെ വ്യക്തിഹത്യ നടത്തുന്നത്? ഞങ്ങളുടെ മേലെ ആരോപിക്കപ്പെട്ട ലോജിക്ക് അപ്ലിക്കബിൾ ആണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആർക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് പറയേണ്ടി വരും. ഈ കാര്യത്തിൽ വരെ എൻ്റെ പേര് പറഞ്ഞാണ് പരാതി കൊടുത്തതെന്നാണ് കേട്ടത്. അങ്ങനെ വാർത്ത കണ്ട് ശരിയാണോ? ഈ ഫേക്ക് സ്ക്രീൻഷോട്ടിൻ്റെ കാര്യത്തിൽ വരെ പരാതിയിൽ അപ്പം ഞാൻ ചോദിക്കുന്നത്, അവരെന്നെ ഒരു ഫേക്ക് സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുക, എന്നിട്ട് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ അത് പോസ്റ്റ് ചെയ്യുക, ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് ബന്ധമുള്ള ആളുകൾ തന്നെ പരാതി കൊടുക്കുക, അതിലും എൻ്റെ പേരിടുക. അപ്പോൾ എവിടെ യഥാർത്ഥത്തിൽ ആരാരെയാണ് വ്യക്തിഹത്യ നടത്തുന്നത്? ആരാണ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത്? ആരാണ് ഇല്ലാത്ത കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ വർഗീയത പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ സ്ക്രീൻഷോട്ട് ഫേക്ക് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ആർക്കും അതിൽ സംശയം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു. കേരളത്തിലെ എല്ലാവർക്കും ബോധ്യപ്പെട്ടൊരു സാധനം ഇപ്പോഴും അവിടെ കിടക്കുക. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നൊരു ലെവലേശം ആശങ്ക ഞങ്ങൾക്കില്ല. കാരണം വടകരയിലെ ജനങ്ങൾ ഇത്തരം പ്രചരണങ്ങളെ അതിജീവിക്കാൻ മാത്രമുള്ള രാഷ്ട്രീയ ബോധമുള്ളവരും കോമൺ സെൻസ് ഉള്ളവരുമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളടുത്ത് എത്തി നിൽക്കുമ്പോൾ പടച്ചുവിടുന്ന ഇത്തരം സംഭവങ്ങളുടെ ഉത്ഭവം എവിടെ നിന്നാണെന്നുള്ളത് ഇതൊക്കെ പോസ്റ്റ് ചെയ്തവരെയും എഴുതിയവരെയും ജനങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിലൊരു വാചകം ഞാൻ ഇച്ചിരി ഒന്ന് മാറ്റുകയാണ്. ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുതെന്ന് പറയുന്നത്. ഒരു വർഗീയതയും പ്രചരിപ്പിക്കരുത്. കടുത്തതോ അല്ലാത്തതുമായിട്ടുള്ള ഒരു വർഗീയതയും പ്രചരിപ്പിക്കരുത്. അതിന് മുമ്പത്തെ വാചകം ഞാൻ 100% യോജിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നാട് നിലനിൽക്കണ്ടേ? വേണം, 100% വേണം. ആ ബോധമുള്ളവർ ഈ പണി ചെയ്യരുതായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇത് ഒരു എലക്ഷൻ ഇഷ്യൂ ആയിട്ടാണ് അവരുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ അല്ല തോന്നുന്നത്. ഇത് ഈ നാടിനെ ബാധിക്കുന്ന ഗൗരവതരമായ ഒരു വ്യാജ പ്രചരണമാണ്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം 6 മണി കഴിഞ്ഞാലും ഇതിനെതിരായിട്ടുള്ള ക്യാമ്പയിനിൽ, നാട് ഒരുമിക്കണമെന്നുള്ള ക്യാമ്പയിന് ഞങ്ങൾ തുടർന്ന് നടത്താൻ തീരുമാനിക്കുക. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ വമിപ്പിക്കുന്ന വിഭാഗീയത അത് നാടിൻ്റെ സമാധാന ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കരുതെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നാടൊരുമിക്കണം. ഞങ്ങൾ അങ്ങനെ ഒരു ക്യാമ്പയിൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടത്താൻ പോകും. ഇനി ഒന്ന് മാത്രമൊന്നും അല്ല കേട്ടോ. നിങ്ങൾ